ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ക്ലീനിങ് റോബോട്ടിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഈ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫ്യൂ ഐറ്റംസ് മാത്രം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തായാലും അസംബിൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു ഡിവൈസും തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എവിടെയെങ്കിലും പ്ലഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റോബോട്ട് തന്നെ വന്നിട്ട് ചാർജ് ചെയ്യേണ്ട സമയത്ത് ചാർജ് തീരുമ്പോൾ വന്ന് ചാർജ് ചെയ്തോളും. നമുക്കിതിനെ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഡ്രീം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ആ ആപ്പിൽ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ മാപ്പ് ഇതിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യണം. നമ്മുടെ റൂമിൻ്റെ ഏകദേശം ഒരു മാപ്പ് ഇതങ്ങനെ സ്കാൻ ചെയ്ത് തയ്യാറാക്കും. നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ മാപ്സ് തയ്യാറാക്കാം. വൺസ് മാപ്പ് തയ്യാറായത് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഒരു മാപ്പാണ്. ഇതിൽ കാണുന്ന പോലെ റൂം 1, 2, 3, 4 അങ്ങനെയാണ് കാണിക്കുക. ഇതിൽ നമുക്ക് ഏതെങ്കിലും റൂം ക്ലിക്ക് ചെയ്തിട്ട് റൂം 1, 2, 3 ഏതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ക്ലീനിങ് സെറ്റിങ്സ് പോയിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നമുക്ക് ഏത് ഏരിയ ആണോ ക്ലീൻ ചെയ്യേണ്ടത് ആ ഏരിയ ഡ്രാഗ് ചെയ്തിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ മാപ്പ് മൊത്തമായിട്ട് ഇതിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ക്ലീനിങ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ആ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലീനിങ് മോഡ്, സ്വീപ്പിംഗ്, സെക്ഷൻ സെറ്റിങ്സ്, വാട്ടർ വോളിയം സെറ്റിങ്സ്, സൈക്കിൾ സെറ്റിങ്സ് എന്നൊക്കെ കാണിക്കും. മുകളിൽ ക്ലീനിങ് മോഡിൽ സ്വീപ്പിംഗ് കം മോപ്പിംഗ് അങ്ങനെ 3 ഓപ്ഷൻസാണ് കാണിക്കുക. ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി 1 മന്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ മോപ്പിംഗ് ഓപ്ഷൻ വർക്ക് ചെയ്യാതായി. ഇതിൽ മോപ്പിംഗ് ഓപ്ഷൻസ് കാണിക്കണമെങ്കിൽ വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങളിതിൻ്റെ വാട്ടർ ടാങ്കാണ് കംപ്ലയിൻ്റ് ആയത്. വാട്ടർ ടാങ്ക് ഇതിൽ കണക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് ആവും. അങ്ങനെയൊക്കെ ഓരോരോ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളിത് റിപ്പോർട്ട് ചെയ്തിട്ടും കുറേ പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് ഒരു ആൾ വന്നിട്ട് സർവീസിൻ്റെ ആൾ വന്നിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇത് വാട്ടർ ടാങ്കിൻ്റെ ഇഷ്യൂ ആണ്, റീപ്ലേസ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 മന്ത്സിൻ്റെ അടുത്തായി. പിന്നെ അവരായിട്ട് ആരും നമ്മളെ റീച്ച് ഔട്ട് ചെയ്യുന്നില്ല. അവരുടെ സർവീസ് വളരെ മോശമാണ്. പിന്നെ നമ്മളായിട്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വീക്കിനുള്ളിൽ 2 വീക്കിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ടൈം പറയും. പക്ഷേ പറഞ്ഞ സമയത്തിനുള്ളിൽ അവരൊന്നും ചെയ്തു തന്നിട്ടില്ല. ആകെ അവർ ചെയ്തത് ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിന് കോമ്പൻസേഷൻ പോലെ ഈ കാണുന്ന 2 മോപ്പിംഗ് പാഡാണ് അവർ അയച്ചു തന്നത്. എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയ മോപ്പിംഗ് പാഡാണെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന മോഡലിന് ആപ്റ്റായിട്ടുള്ളതല്ല. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഫലത്തിൽ ഇതും യൂസ് ചെയ്യാൻ പറ്റാത്തതുപോലെയാണ് വന്നേക്കുന്നത്. ആകെ 1 ഇയർ വാറൻറ്റി ഉള്ള ഈ പ്രൊഡക്റ്റിൻ്റെ 3 മാസത്തോളം ഞങ്ങൾക്ക് മോപ്പിംഗ് ഓപ്ഷൻ ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല. നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ ക്ലീനിങ് മോഡ് സ്വീപ്പിംഗ് ആണോ മോപ്പിംഗ് കം സ്വീപ്പിംഗ് ആണോ, പിന്നെ ഇതിൻ്റെ സെക്ഷൻ സെറ്റിങ്സ്, വാട്ടർ വോളിയം സെറ്റിങ്സ്, സൈക്കിൾ എത്ര വേണം, അങ്ങനെ ഏതൊക്കെ ഓപ്ഷൻസ് ആണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ട് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. വോയിസ് ആയിട്ട് വരും, ഈ ആപ്പിലും വരും. ക്ലീൻ ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ നമുക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പോസ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം പോസ് ആവും. ആ ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ടും ആവും. അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ചാർജിങ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകും. വൺസ് ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് റോബോട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. റോബോട്ടിൻ്റെ മുകളിൽ വശം കാണുന്നത് പോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബോക്സ് കാണും. ഇതിൻ്റെ ഉള്ളിലാണ് ഡസ്റ്റും പിന്നെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തേക്കാണ്. ഇതിൻ്റെ പുറത്തുള്ള ഈ ഭാഗം ഈ കാണുന്നത് പോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വേസ്റ്റ് മുഴുവൻ ഇതുപോലെ തട്ടി ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇതിനുള്ളിൽ എന്തോരം വേസ്റ്റ് അല്ലെങ്കിൽ എങ്ങനത്തെ വേസ്റ്റുകളൊക്കെയാണ് കളക്ട് ആയെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സിങ്കിലേക്ക് തട്ടിയിട്ടുള്ളത്. എത്ര വലുപ്പമുള്ള സാധനങ്ങൾ ഇതിൽ കളക്ട് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിൽ വലിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്കായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ടും വരും. പിന്നെ റോബോട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എന്താണോ ബ്ലോക്കായത് അത് എടുത്ത് കളഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ക്ലീനിങ് പിന്നെയും തുടരും. പിന്നെ അടിയിൽ ഈ കാണുന്ന ഭാഗത്താണ് ഈ ബ്രഷ് വരുന്നത്. ഈ ബ്രഷിൻ്റെ മുകളിലുള്ള സാധനം ഇതേപോലെ 2 ഭാഗം പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പുറത്തേക്ക് എടുക്കും. ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഈ ബ്രഷ് ജസ്റ്റ് പൊന്തിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ വരും. കണ്ടോ, ഇതിൽ മുഴുവനും മുടി ത്രെഡ്സും ഒക്കെ ഇതുപോലെ റാപ്പിഡ് ആയിട്ടിരിക്കും. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ തന്നെ ഒരു ബ്ലേഡ് ഉണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അല്ലാതെ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ഓറഞ്ച് റബ്ബർ മുറിഞ്ഞു പോകും. ആക്ച്വലി മുടിയും ത്രെഡ്സും ഒക്കെ വരുമ്പോൾ തന്നെ ഇത് ടൈറ്റായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഡാമേജസ് വരുന്നുണ്ട്. വൺസ് ഇതുപോലെ ത്രെഡ്സും ഹെയറും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ബോക്സും ഒക്കെ ക്ലീൻ ചെയ്യുക. ബോക്സിൻ്റെ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്. ഫിൽറ്റർ ഇതായി കാണുന്ന പോലെ സെപ്പറേറ്റ് ചെയ്തിട്ട്
വാഷ് ചെയ്യാൻ പറ്റും. ഇതിൽ ഊരി വെച്ച ഓരോ പാർട്സും നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ രണ്ടാമതും സർക്കിളിൽ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിൽ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് ക്ലീനിങ് പർപ്പസ് നടക്കില്ല. ഇതിൻ്റെ ഫിൽറ്റർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാതെ ക്ലീനിങ് പർപ്പസ് നടക്കില്ല. ആദ്യം നന്നായിട്ട് എല്ലാം കഴുകി ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള തുണീനെ കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി തന്നെ വെക്കണം. രണ്ടാമത് ഇതൊക്കെ ഡ്രൈ ആയതിനു ശേഷം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഓർഡർ ചെയ്ത ഈ മോഡൽ റോബോട്ടിന് പൊതുവേ കംപ്ലയിൻസ് കൂടുതലാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ചില സമയം ഇതിൻ്റെ സെൻസർ വർക്ക് ചെയ്യാറില്ല. 2 ഇഷ്യൂസാണ്. നമ്മൾ നോ സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയിൽ ഇത് പോവും. ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ഥലത്ത് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അവിടെ ചെന്നിട്ട് ഇത് താഴേക്ക് ഇറങ്ങി പോയിട്ട് പിന്നെ വർക്ക് ചെയ്യാതെ കുറച്ച് നേരം നിൽക്കും. നമ്മൾ ചെന്നിട്ട് പിന്നെ അവിടുന്ന് മാറ്റി കൊടുത്തിട്ട് പിന്നെ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ക്ലീൻ ചെയ്യുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ വെക്കാറാണ് പതിവ്. പുതിയ മോപ്പിംഗ് ടാങ്ക് എത്താത്തതുകൊണ്ട് ഞാൻ പഴയത് വർക്ക് ചെയ്യാത്തത് ഊരി വെച്ചേക്കായിരുന്നു. എന്നാലും ജസ്റ്റ് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാനും എവിടെയാണ് ഉള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അതായി കാണുന്ന പോലെ ഈ അടിവശത്താണ് ഈ ഒരു മോപ്പിംഗ് ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടാങ്കിനുള്ളിലാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. വെള്ളം നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്നത് പോലെ ജസ്റ്റ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കാവും. വൺസ് ലോക്കായി കഴിഞ്ഞാൽ ലോക്കാവുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. വൺസ് ലോക്കായി കഴിഞ്ഞാൽ മാത്രമേ മോപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ റോബോട്ടിൽ കാണിക്കുകയുള്ളൂ. ഈ കാണുന്ന ഓരോ ടാങ്കിലെ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ടാണ് മോപ്പ് ചെയ്യുക. അത്യാവശ്യം ഒക്കെ നന്നായിട്ട് വൃത്തിയാവും. 1 മന്ത് യൂസ് ചെയ്തതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത് മോപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ. വൺസ് മോപ്പിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ടാങ്ക് ഡിറ്റാച്ച് ചെയ്യാൻ സൈഡിൽ 2 ബട്ടൺ വരുന്നുണ്ട്. ഇതായി കാണുന്നത് പോലെ 2 ഭാഗത്തും ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്താൽ തന്നെ അത് പുറത്തേക്ക് വരും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. വിത്തിൻ 1 മന്ത് ഇതിൻ്റെ മോപ്പ് കംപ്ലൈൻ്റ് ആയതും പിന്നെ ഇവരുടെ സർവീസ് ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഒഴിച്ചു കഴിഞ്ഞാൽ അതർവൈസ് ഒരു സ്വീപ്പിംഗ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആമസോണിൽ നിന്നാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലീനിങ് റോബോട്ട്സിൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്